Ladies and gentlemen, this is Adarsh and welcome to My Ganedi. Couple friendly. നിർത്തി ലവ് സ്റ്റോറീസ് കാണല് ഞാൻ നിർത്തി. എന്തിനു കാണണം? അവസാനം ഇരുന്ന് കിടന്ന് മോങ്ങാനാ. ആൻഡ് ഈ സിനിമയുടെ ഡയറക്ടർ ഹീസ് എ ഫക്കിംഗ് സാഡിസ്റ്റ്. ഇവിടെ ആൾക്കാർ സിനിമ കാണുന്നതും അവരെ സ്ട്രെസ് കളയാനും അല്ലെങ്കിൽ ടെൻഷൻ കളയാനും വേണ്ടിയാണ്. അല്ലാതെ ഡീപ്പ് സോറോയിലോട്ടോ ട്രോമയിലോട്ടോ പോയി വീഴാനല്ല. എന്റെ ഈ ഡയറക്ടറൊക്കെ എന്റെ കയ്യിൽ കിട്ടിയാണ്ടല്ലോ. സിനിമയുടെ പേര് കപ്പിൾ ഫ്രണ്ട്ലി. ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ലവ് സ്റ്റോറിയാണ് കപ്പിൾ ഫ്രണ്ട്ലി. ആമസോൺ പ്രൈമിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. സോ ഞാൻ ഇന്നലെ രാത്രി പടം ഇറങ്ങിയപ്പോ തന്നെ കാണാൻ ഇരുന്നതാണ്. എനിക്ക് ഭയങ്കര തലവേദനയൊക്കെ ആയിരുന്നു. ലോക്ക്ഡൌൺ കണ്ടു, മെയ്ഡ് ഇൻ കൊറിയ കണ്ടു, കുറെ സിനിമ കണ്ടു. അപ്പൊ അതുകൊണ്ട് ഞാൻ പിറ്റേ ദിവസം കാണാൻ പറഞ്ഞിട്ട് ഒരു ഫുട്ബോളിന്റെ ഒരു ടൂർണമെന്റ് വന്നിട്ട് അത് കളിച്ചിട്ട് ഞാൻ അങ്ങനെ കടന്നു. എന്നാലെ രാത്രി എങ്ങാനും ഈ പണ്ടാരൻ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നേ വല്ല ഡിപ്രഷനിലോട്ട് പോയേനെ. സോ ഇഫ് യു ആർ ഗോയിങ് ത്രൂ സം ബ്രേക്കപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ഭയങ്കര പ്രിയപ്പെട്ടവരാരെങ്കിലും നിങ്ങളെ വിട്ട് പോയിണ്ടെങ്കിൽ ഈ സിനിമ നിങ്ങൾ കാണാതിരിക്കുക. പ്ലീസ് ഫക്കിംഗ് സ്റ്റേ അവേ. കണ്ടു കഴിഞ്ഞാൽ ഉറപ്പാണ് ഡീപ്പ് ട്രോമയിലോട്ടായിരിക്കും പോവുക. സോ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു പെയർ, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ലവ് സ്റ്റോറി. ആ സമയത്ത് കൊണ്ടേ കാണിക്കാൻ പറ്റിയ കാര്യം, ഞാനിങ്ങനെ ഈ സിനിമയുടെ അവസാനം ആകുമ്പോൾ എനിക്കറിയാം ഇതിന്റെ പോക്ക് ഇങ്ങോട്ടാണ്. ഐ വാസ് പ്രേയിങ് ഇങ്ങനെ നടക്കല്ലേ. സോ ഇതിലെ നായകനെ ഒരുവിധം എല്ലാവർക്കും അറിയും, സന്തോഷ്. സോ ആളുടെയാണ് മറ്റേ ഒരു മൈക്രോ പെനിസിന്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു, ഏക്ക് മിനി കഥ. കണ്ടവർക്ക് അറിയാം, നൈസ് സിനിമയാണ്. സോ ആള് ഒരു ഇന്റീരിയർ ഡിസൈനർ ആണ്. നമുക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയാണ് ഈ സിനിമയ്ക്കുള്ളത്. അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള നായകൻ, വീട്ടിൽ നേരെ ആട്ടും തുപ്പും. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. സോ അണ്ണൻ ചെന്നൈയിലോട്ട് പോവാണ് ആന്ധ്രാപ്രദേശിൽ നിന്ന്. വഴിയിൽ വെച്ചിട്ട് അണ്ണൻ ഒരു കൊച്ചിനെ മീറ്റ് ചെയ്യുന്നു. ആ കൊച്ചും അൺഎംപ്ലോയിഡ് ആണ്. പിന്നീട് അവരുടെ റിലേഷൻഷിപ്പും പരിപാടിയൊക്കെ പറഞ്ഞു പോണ ഒരു ബ്യൂട്ടിഫുൾ ലവ് സ്റ്റോറിയാണ്. പക്ഷെ അതിന്റെ ക്ലൈമാക്സ് കൊണ്ട് കാണിച്ചു വെച്ചിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഡയറക്ടർക്ക് നല്ല പൊട്ടിക്കാനാ തോന്നുക. എന്ത് ബ്യൂട്ടിഫുൾ ലവ് സ്റ്റോറി ആയിരുന്നു അറിയോ. അതിന്റെ ഇടയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് സോങ്സിന്റെ പ്ലേസ്മെന്റ് ഉണ്ട്. ആൻഡ് സീൻ ബൈ സീൻ പ്രെഡിക്റ്റബിൾ ആണ്. സ്റ്റിൽ ദിസ് ഇസ് വെരി ബ്യൂട്ടിഫുൾ ആൻഡ് സോങ്സ് ടു ഗുഡ്. സോ ഇതിലെ നായകനും നായികയായിട്ട് അഭിനയിച്ച രണ്ടുപേരും, ഗായ്സ് ഐ ലവ് യു ബോത്ത് സോ മച്ച്. എജ്ജാതി പെർഫോമൻസ് ആയിരുന്നു, കിഡു പെർഫോമൻസ് ആയിരുന്നു രണ്ടുപേരും. ഭയങ്കര നാച്ചുറാലിറ്റി ഫീൽ ചെയ്യും. മറ്റേ നായകന്റെ കാര്യം എടുത്തു പറയണ്ട, കാരണം ആൾ ഇതിനു മുമ്പ് കിഡുവായിട്ട് പെർഫോം ചെയ്ത ആക്ടറാണ്. ആൻഡ് ഇതിൽ നായിക ഞാൻ അധികം കണ്ടിട്ടില്ല, മാനസ എന്നെന്തോണ് ആളുടെ പേര്. ചില നായികമാര് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും, അഭിനയിക്കാൻ അറിയില്ല. ആൻഡ് ചില നായികമാർക്ക് നന്നായി അഭിനയിക്കാൻ അറിയാം, അത്ര ലുക്ക് ഉണ്ടാവില്ല. വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ ഇത് രണ്ടും ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ഒരാളാണ്. ആൻഡ് ഈ സിനിമ ഈസ് ആക്ച്വലി എ റേറ്റഡ്. വാട്ട്സ് എ ഫക്കിംഗ് റീസൺ ഫോർ ദാറ്റ്? 2-3 കിസ്സും 2-3 കെട്ടിപ്പിടുത്തുവാണെങ്കിൽ എ റേറ്റഡാ. അങ്ങനെയാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിന് എന്താ പറയണ്ടത്? പോൺ സൈറ്റ് എന്നാ. ഇൻസ്റ്റഗ്രാം എന്താണ്? പോൺ സൈറ്റ് അല്ലേ ഇപ്പൊ? ഫിലോസഫി ക്ലാസ് എടുക്കും, ജാട്ടി ഇട്ടുകൊണ്ട് ഫിലോസഫി ക്ലാസ് എടുക്കും. എന്താ ജാട്ടി ഇട്ടിട്ട് വന്നിട്ട് ഫിലോസഫി ക്ലാസ് എടുത്താൽ പറ്റില്ലേ? എന്താ ഫിലോസഫി കേട് വന്ന് പോവോ? സിനിമ റിവ്യൂ പറയും, ബ്രാ ഇട്ടുകൊണ്ട് സിനിമ റിവ്യൂ പറയും. എന്താ ഇട്ടിട്ട് വന്നിട്ട് സിനിമ റിവ്യൂ പറയാൻ പറ്റില്ലേ? ആൻഡ് ഇതിന്റെയൊക്കെ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ നടക്കുന്ന കുറെ അലവലാദികളുണ്ട്. യു ക്യാൻ ഗെറ്റ് സം ക്വാളിറ്റി സ്റ്റഫ്സ് ഫോർ ഫ്രീ ആയിട്ട് ക്വാളിറ്റി സ്റ്റഫ്സ് കിട്ടിയാലും വാലും മൂടും കാണാൻ വേണ്ടി പൈസ കൊടുക്കുന്ന കുറെ അലവലാദികളുണ്ട്. അഡിഡാസിന്റെ ടീഷർട്ട് ഒറിജിനൽ സാധനം ഫ്രീ ആയിട്ട് തരാം, വേണ്ട. അബിബാസിന്റെ കീറി പറഞ്ഞത് ഞങ്ങൾ 10 ഇരട്ടി പൈസ കൊടുത്ത് മേടിക്കും. ആൻഡ് വി സേ കേരള സാർ 100% ലിറ്ററസി സാർ. ഇങ്ങനെ മറ്റേ നിങ്ങൾ ഈ മറ്റേ ബസ് അങ്ങനെ എന്തെങ്കിലും മേടിച്ചിട്ട് പേരിടാന്ന് വെച്ചാൽ അതിനിടാൻ പറ്റിയ പേരാണ് കാമധേനു ട്രാൻസ്പോർട്ട്. സോ കമ്മിങ് ബാക്ക് ടു കപ്പിൾ ഫ്രണ്ട്ലി, ഭയങ്കര ഒരു ഡിപ്രഷനിലോട്ട് കൊണ്ടാക്കുന്ന ഒരു പടമാണ് ഇത്. അതിന്റെ അവസാനം എഴുതി കാണിക്കുന്നുണ്ട്, ഗെറ്റ് റെഡി ഫോർ സം സഡൻ ഗുഡ് ബൈസ്, ലൈഫ് കണ്ടിന്യൂസ്. ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്, ഇനി ആ ചെക്കൻ എന്ത് ചെയ്യും? ഇനി ആ ചെക്കൻ പോയി ചാവൂ? അവൻ ഒറ്റയ്ക്ക് ഫ്ലാറ്റിൽ എങ്ങനെ താമസിക്കും? ഈ മെമ്മറീസ് ഒക്കെ ആളെങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഞാനിങ്ങനെ കാട് കയറി ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനത്തെ ഒരു പടമാണിത്. റിയൽ ലൈഫിൽ തന്നെ ഹാപ്പി എൻഡിങ് ഒക്കെ വളരെ ചുരുക്കേ നടക്കുള്ളൂ. അറ്റ്ലീസ്റ്റ് സിനിമയിലെങ്കിലും കൊണ്ടുപോവാ. ഇതിപ്പോ ഹാപ്പി എൻഡിങ് ആയതുകൊണ്ട് എന്ത് തേങ്ങയാണ് മാറാൻ പോണ്? കുറെ പേര് കരയിടത് ഇല്ലാതാക്കിക്കൂടെ? അയ്യോ. സോ ബട്ട് ദിസ് മൂവി ഇസ് വെരി ബ്യൂട്ടിഫുൾ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമ തന്നെ. ആൻഡ് ഓൾ ദ ക്രെഡിറ്റ്സ് ഗോസ് ടു ദ ആക്ടേഴ്സ്, ഡയറക്ടേഴ്സ് ആൻഡ് ഓൾ ദ കാസ്റ്റ്. വണ്ടർഫുൾ ഫിലിം വിത്ത് സം വെരി വണ്ടർഫുൾ സോങ്സ്. അവസാനത്തെ ക്ലൈമാക്സ് മാത്രം ഭ്രാന്താക്കും മനുഷ്യനെ. ഈ ഒരു ട്രോമയെന്നൊക്കെ ചിലവർക്ക് പെട്ടെന്നൊന്നും കടന്നു പോകാൻ പറ്റില്ല. They need more time. Personally, I need more time.
ഐ എം കംപ്ലീറ്റ്ലി ചാറ്റേർഡ് ആക്ച്വലി. സോ വേണ്ടവർ കണ്ടു നോക്കുക. ദിസ് മൂവി ഈസ് അവൈലബിൾ ഓൺ ആമസോൺ പ്രൈം. തെലുങ്കും കന്നഡ ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ബട്ട് ഈ ലോലന്മാരൊക്കെ സ്റ്റേ അവേ.